ആരാധനാ നിറവിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. കൊട്ടിയൂരിൽ ഇന്ന് രേവതി ആരാധന നടന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ 4 ആരാധനകളിൽ മൂന്നാമത്തേതാണ് രേവതി ആരാധന. ആദ്യ ആരാധനയായ തിരുവോണം ആരാധന ഞായറാഴ്ചയാണ് നടന്നത്. ഇളനീർ വെപ്പിന് ശേഷമുള്ള അഷ്ടമി 7.5 നാൾ പകലുള്ള ദിവസമാണ് രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധന. അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും ബുധനാഴ്ച കൊട്ടിയൂരിൽ നടന്നു. മൂന്നാമത്തെ ആരാധനയാണ് ഇന്ന് നടന്നത്. ആരാധനാ നാളിലാണ് കൊട്ടിയൂരിൽ പൊന്നിൻ ശീവേലി നടക്കുന്നത്. പഞ്ചഗവ്യം, നവകം, കളഭം എന്നിവ സ്വയംഭൂവിൽ ആരാധന നാളിൽ അഭിഷേകം ചെയ്യുന്നു. ആരാധന സദ്യയും ഉണ്ടാകും. ഇളനീരാട്ടത്തിന് ശേഷമുള്ള വിശേഷ ദിവസമാണ് രേവതി ആരാധന. ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലി നടന്നു. സന്ധ്യയ്ക്ക് പൂജയ്ക്കൊപ്പം സ്ഥാനികർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പഞ്ചഗവ്യവും പാലും അഭിഷേകം ചെയ്തു. കോവിലകത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് കളഭാഭിഷേകം നടന്നത്. പഞ്ചഗവ്യം, നവകം, കളഭം എന്നിവ യഥാവിധി അഭിഷേകം ചെയ്തു. ആരാധനകളിൽ അവസാനത്തേതും അതിവിശിഷ്ടവുമായ രോഹിണി ആരാധന ജൂൺ 24 നടക്കും. വൈഷ്ണവ സങ്കല്പത്തിൽ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധന നാളിലെ വിശിഷ്ടമായ ചടങ്ങ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.